ഡിസംബർ മാസം 16-ാം തീയതിയാണ് നമ്മുടെ കായംകുളത്തിന്റെ മണ്ണിലേക്ക് നവകേരള സദസ് എത്തുന്നത്. കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രിയും നമ്മുടെ 20 മന്ത്രിമാരും നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങളെ കാണാൻ ഇങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഫൈനൽ ഒരു ലാപ്പിലാണ്, അവസാന റൗണ്ട് ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ. അതിനോടനുബന്ധിച്ച് ഇന്ന് വിളംബര റാലി നടക്കുകയാണ്. ഈ നഗരത്തിലൂടെ സ്ത്രീകളും കുട്ടികളും ചെണ്ടമേളവും മറ്റു വാദ്യമേളങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വിളംബര റാലി നമ്മുടെ 16-ാം തീയതിത്തെ നമ്മുടെ നവകേരള സദസ്സിന് മുന്നോടിയായിട്ടുള്ള ഒരു വലിയ പ്രചരണ പരിപാടിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ കലാപരിപാടികളും കായിക പരിപാടികളും ഒക്കെയായി നമ്മുടെ കായംകുളം മൊത്തത്തിൽ വലിയ തരത്തിലുള്ള പബ്ലിസിറ്റി പ്രോഗ്രാംസ് ആയിരുന്നു. അതിനെല്ലാം ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ട്. 6 പഞ്ചായത്തും നഗരസഭയും അങ്ങേയറ്റം അതിൻ്റെ പ്രവർത്തനങ്ങളിലായിരുന്നു. ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 3 ബ്ലോക്ക് പഞ്ചായത്താണ്. അതിൽ ഏറ്റവും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തനങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം മാവേലിക്കരയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏകദേശം 8-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ വിവിധ ഇനം കായിക മത്സരങ്ങൾ പരിപാടികൾ ഒക്കെയായി നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു നവകേരള സദസ്സിന് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയ പ്രചരണത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ കായംകുളം. അതിന് ഒരുപാട് പേര് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെല്ലാം, ഉദ്യോഗസ്ഥതലം, അതുപോലെ നമ്മുടെ കുടുംബശ്രീ എല്ലാവരുടെയും ഒരു സമൂഹത്തിലെ നാനാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു പിന്തുണ ഒക്കെ നമ്മുടെ കായംകുളത്തെ നവകേരള സദസ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസംബർ മാസം 16-ാം തീയതി രാവിലെ ഒരു 10 മണി കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് എൽമെക്സ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മളെ കാണാനാണ് എത്തുന്നത്. ഉച്ചയോടെ ഒരു 12-12:30 നമ്മുടെ സമ്മേളനങ്ങളൊക്കെ കഴിയും. അപ്പോൾ ഈ സമ്മേളനം, ഈ നവകേരള സദസ്സിന്റെ മഹാസമ്മേളനം വിജയമാക്കാൻ നാളിതുവരെ പ്രയത്നിച്ചവർക്കും ഇനി വരുന്ന ദിവസത്തെ പരിപാടികൾ വിജയപ്രദമാക്കാൻ വരുന്ന എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ഈ നാടൊന്നാകെ ഒഴുകി വരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ നവകേരള സദസ്സിന് കൂടുതൽ കൊഴുപ്പേകാനായിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ലാപ്പ് വിളംബര റാലിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വർണ്ണാഭമായിട്ടുള്ള ഒരു വിളംബര റാലിയാണ് ഞങ്ങൾ ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതിന് കുറേ നമ്മുടെ സഹോദരിമാര്, അതുപോലെ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഭംഗിയാക്കി നമ്മുടെ നവകേരള സദസ്സ് നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ ആഘോഷമായിരുന്നു. കായംകുളത്തെ സംബന്ധിച്ചൊരു ആഘോഷം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ മണ്ഡലത്തിന് വലിയ ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ നവകേരള സദസ്സിന് ശേഷം നമുക്ക് ചെയ്യാൻ കഴിയുമെന്നും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഗുണപരമായിരിക്കും എന്ന് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയാണ്. പരാതിക്ക് വേണ്ടി 21 കൗണ്ടറാണ് നമ്മൾ നമ്മുടെ അറേബ്യൻ ജ്വല്ലറിയുടെ പാർക്കിംഗ് ഏരിയ, അവിടെ മൊത്തം നമ്മൾ 21 കൗണ്ടർ ഇട്ടുകൊണ്ട് അവിടെ വരാം, ഒരു പ്രയാസവും ഇല്ല. 21 കൗണ്ടറിൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുണ്ട്, ആവശ്യമായ സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വരിക, തിക്കും തിരക്കൊന്നും വരേണ്ട കാര്യമില്ല. ഇത്രയും കൗണ്ടർ ഉള്ളതുകൊണ്ട് പരാതി കൊടുക്കാം, റെസിപ്റ്റ് കിട്ടും, അതിൻ്റെയൊക്കെ തുടർ നടപടികളും ഉണ്ടാകും. നമ്മുടെ നവകേരള സദസ്സ് വിജയിപ്പിക്കാനായിട്ട് അതിൻ്റെ എല്ലാ അനുബന്ധ പരിപാടിയിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ദിയക്കുട്ടിയുണ്ട്. ദിയക്കുട്ടിയോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട്, ദിയയോട് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയാണ് ദിയക്കുട്ടിയെ പോലുള്ള കുഞ്ഞു മക്കൾ ഈ ഒരു നവകേരള സദസ്സിനെ കാണുന്നത്? ദിയക്കുട്ടി പറയോ, എങ്ങനെയാ കാണുന്നത്? നമ്മുടെ ഈ മുഖ്യമന്ത്രികളും എല്ലാവരും വരുന്ന ഈ നവകേരള സദസ്സിലേക്ക് എനിക്കും വരണം എന്നുണ്ട്. ഞാനും വരുന്നു, എല്ലാവരും വരണം. എല്ലാവർക്കും നന്ദി. ഭയങ്കര സന്തോഷമാണോ, ആവേശമാണോ? എങ്ങനെ കായംകുളം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സ്കേറ്റിംഗിലൂടെയാണോ വരുന്നത്? നമ്മുടെ സരസ്വതി, ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നല്ലൊരു അനക്കമാണല്ലോ നമ്മുടെ ഇവിടെ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ നവകേരള സദസ്സിന് ഒരുക്കങ്ങൾ? നവകേരള സദസ്സിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ഒരു ഉത്സവമാണ്. ഞങ്ങൾക്ക് കായംകുളക്കാർക്ക് 10 ദിവസത്തെ ഓണമെന്ന് പറയുന്ന കൊണ്ട് ഇന്ന് എത്ര ദിവസമാണ്? 16 ദിവസം കൊണ്ട് ഞങ്ങൾ ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ്. ഇന്ന് കൊട്ടിക്കലേശം പോലെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നവകേരള സദസ്സിനെ പറ്റി പറയാനുള്ളത്. പക്ഷേ ഇതുപോലൊരു സന്ദർഭം ഇതുവരെ വികസനത്തിന്റെ പാതയായത്. നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന വികസനമാണ് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത്. വികസനം, അതിനുവേണ്ടി എല്ലാവരും കുടുംബശ്രീയും നമ്മളെല്ലാവരും ഒന്നിച്ച് പോരാടുകയാണ് ഇതിനു വേണ്ടി. നമ്മുടെ ഷീബയുണ്ട്. ഷീബയുടെ ഒരു അഭിപ്രായം കൂടെ അറിയണം എന്നുണ്ട്. ഷീബ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. നമുക്ക് വികസനത്തിൻ്റെ ഒരു കേളിയോട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ നല്ലൊരു ത്രില്ലിലാണ്. എല്ലാ അംഗങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞു, ഒരു ആവേശമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഈ നാടൊന്നാകെ ചെയർപേഴ്സൺ അടക്കമുണ്ട്, ഈ നാടൊന്നാകെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് നിന്നാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പം നമുക്ക് വിളംബര റാലി തുടങ്ങാം.
എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഈ സംവാദ സദസ്സിലേക്ക് നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങളെയും ഡിസംബർ 16 എൽഎംഎസ് ഗ്രൗണ്ടിലേക്ക് ഇതിനോടനുബന്ധിച്ചുള്ള വിളംബര ഘോഷയാത്രയാണ്, വിളംബര ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ നൽകുന്ന വിളംബര ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നത്. നവകേരളത്തിനായുള്ള ഈ ജനകീയ സംവാദ സദസ്സിലേക്ക്, നവകേരള സദസ്സിലേക്ക് ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങളെയും സദർശം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നവകേരള സദസ്സ് കായംകുളം മണ്ഡലം ഡിസംബർ 16 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഹെൽമെറ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള
രാവിലെ 9 മണി മുതൽ എൽമസ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്നു. ജനകീയ സർക്കാർ ജനങ്ങളിലേക്ക് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കായംകുളം നിയമസഭാ മണ്ഡലം നവകേരള സദസ്സ് സമ്മാനിക്കപ്പെട്ട